മിസ് ചെറുങ്ങനെ കേൾക്കുന്നില്ലോ? ഓ ചെറുങ്ങനെ കേൾക്കുന്നില്ലോ? കേൾക്കുന്നില്ല? ചെറുങ്ങന കേൾക്കാം മിസ്. നല്ലോണം ഓക്കെ കേൾക്കാം. ഓക്കെ. അപ്പൊ നമുക്ക് ഇന്ന് 10ാമത്തെ ലെസൺ അല്ലേ? എന്താ പേര് നോക്കിയോ എല്ലാവരും? ജാലിയൻ വാലാബാഗ്. ജാലിയൻ വാലാബാഗ് അല്ലേ? ജാലിയൻ വാലാബാഗ് കേട്ടിട്ടുണ്ടോ നിങ്ങള് ഈ സംഭവം? ജാലിയൻ വാലാബാഗ് സോഷ്യലിൽ പഠിച്ചിട്ടുണ്ട്. എന്താ നിങ്ങൾ പഠിച്ചത്? ജാലിയൻ വാലാബാഗ് എപ്പോഴാണ് വാലാബാഗ് സംഭവം എപ്പോഴാണ് നടന്നത്? 1919. ഓക്കെ, 1919 ഏപ്രിൽ 13-ാം തീയതിയാണ് ഇത് നടന്നത് അല്ലേ? പഞ്ചാബിലെ ജാലിയൻ വാലാബാഗിൽ. എന്തായിരുന്നു ആ സംഭവം? കൂട്ടക്കൊലയായിരുന്നു. അതെ, എങ്ങനെയായിരുന്നു? എന്തായിരുന്നു സംഭവം? ബ്രിട്ടീഷുകാരുടെ കിരാതവാഴ്ചയിൽ പ്രതിഷേധിക്കാൻ വേണ്ടി 1919 ഏപ്രിൽ 13-ാം തീയതി പഞ്ചാബിലെ ജാലിയൻ വാലാബാഗില് ജനങ്ങൾ ഒരു പൊതുയോഗം ചേർന്നു അല്ലെ? ആബാലവൃദ്ധൻ ജനങ്ങളും അതിലുണ്ടായിരുന്നു അല്ലെ? ഒരിടുങ്ങിയ ഒരു വലിയ ചുറ്റും മതിൽ കെട്ടിയ ഒരു വലിയ മൈതാനത്തിലായിരുന്നു ഈ യോഗം ചേർന്നത്. അവിടേക്കാണല്ലേ ബ്രിട്ടീഷുകാരുടെ വെടിയുണ്ടങ്ങൾ ചീറിപ്പാഞ്ഞു വന്നത്. അങ്ങനെ ഒരുപാട് ആൾക്ക് രക്ഷപ്പെടാൻ വഴിയില്ലാതെ അവിടെ പെട്ടുപോയി. അങ്ങനെ ആബാലവൃദ്ധൻ ജനങ്ങളും മരിച്ചുപോയി അല്ലേ? ആ സംഭവമാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. ഓക്കെ, അതൊക്കെയാണ് ഇതിൽ പറയുന്നത്. ജാലിയൻ വാലാബാഗ് എന്നാണ് പാഠത്തിന്റെ പേര് അല്ലേ? ജാലിയൻ വാലാബാഗ്. അപ്പൊ ജാലിയൻ വാലാബാഗ് എന്ന പാഠം പഠിക്കുന്ന സമയത്ത് എന്താണ് ജാലിയൻ വാലാബാഗ് നിങ്ങൾ അറിഞ്ഞിരിക്കണം കേട്ടോ. ജാലിയൻ വാലാബാഗ് സംഭവം എപ്പോഴാണ് നടന്നത്, എന്തായിരുന്നു അവിടെ നടന്നത് എന്നൊക്കെ. ഓക്കെ, നമുക്കൊന്ന് വായിച്ചു നോക്കാം. ശ്രദ്ധിക്കുക കേട്ടോ. ഓൾ ഓഫ് യു മാർക്ക് യുവർ അറ്റൻഡൻസ്. പേജ് നമ്പർ 37. All of you take your textbook, page number 37. Okay. എല്ലാവരും എടുത്തോ? പുസ്തകം എടുത്ത് 37 പേജ് നമ്പർ 37-ാമത്തെ പേജ്. ഓക്കെ. അപ്പോ ജാലിയൻ വാലാബാഗ്. ഭാരതീയരായ നമ്മൾ 1947 മുമ്പ് 1.5 ശതാബ്ദത്തോളം കാലം ഇംഗ്ലീഷുകാരുടെ അടിമത്തത്തിന് കീഴിലാണ് കഴിഞ്ഞു വന്നത്. അവരുടെ കിരാതഭരണം നമ്മെ വളരെയധികം പീഡിപ്പിച്ചു. ഇതോടെ ഭാരതത്തിന്റെ പല ഭാഗങ്ങളിലും സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള കരുനീക്കങ്ങളും പോരാട്ടങ്ങളും ആരംഭിച്ചു. ഈ ഘട്ടത്തിലാണ് ദക്ഷിണാഫ്രിക്കയിലായിരുന്ന ഗാന്ധിജി നാട്ടിൽ തിരിച്ചെത്തുന്നത്. 1917 മുതൽ അദ്ദേഹം നമ്മുടെ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിന് നടുനായകനായി രംഗത്ത് വന്നു. ബീഹാറിലെ ചമ്പാരൻ എന്ന സ്ഥലത്തു നിന്നായിരുന്നു അതിന്റെ തുടക്കം. നീലം ഉൽപ്പാദിപ്പിക്കുന്ന കൃഷിക്കാരെ ബ്രിട്ടീഷുകാർ പല വിധത്തിലും ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന കാലമായിരുന്നു അത്. തങ്ങളുടെ ചൊൽപ്പടിയിൽ നിൽക്കാത്ത കൃഷിക്കാരെ ഭീഷണിപ്പെടുത്തുകയും കഷ്ടപ്പെടുത്തുകയും ചെയ്തുകൊണ്ടിരുന്നു. ഇതിനെതിരെ ഗാന്ധിജി ഒരു സത്യാഗ്രഹ സമരം സംഘടിപ്പിച്ചു. നീലം കൃഷിക്കാരും അവരുടെ കുടുംബാംഗങ്ങളും ഇതിൽ സജീവമായി പങ്കെടുത്തു. ഗാന്ധിജിയുടെ ജീവിതത്തിലെ ആദ്യത്തെ സത്യാഗ്രഹ പരിപാടി ഇതായിരുന്നു. പക്ഷേ ബ്രിട്ടീഷുകാർ ഈ സമരത്തെ അടിച്ചൊതുക്കി. 1919 ഭാരതീയരുടെ പൗരസ്വാതന്ത്ര്യത്തെ നിഷേധിക്കുന്ന ഒരു നിയമം ബ്രിട്ടീഷുകാർ പാസാക്കി. റൗലറ്റ് ആക്ട് എന്നായിരുന്നു അതിന്റെ പേര്. ഈ നിയമം ലംഘിക്കാൻ ഗാന്ധിജി ജനങ്ങളോട് ആവശ്യപ്പെട്ടു. കോപാകുലരായ ജനങ്ങൾ ചില അക്രമങ്ങൾ നടത്താൻ ഇടയായി. അക്രമം ഉപേക്ഷിക്കാൻ ഗാന്ധിജി ആവശ്യപ്പെട്ടെങ്കിലും പല ഭാഗങ്ങളിലും ജനങ്ങളും പോലീസും തമ്മിൽ ഏറ്റുമുട്ടി. പലയിടത്തും ലാത്തിച്ചാർജും വെടിവയ്പ് നടന്നു. സമരഭടന്മാരിൽ ചിലർ മരിച്ചു വീണു. നാടെങ്ങും പ്രതിഷേധം ഇരമ്പി. ഈ സന്ദർഭത്തിൽ പട്ടാള മേധാവിയായ ജനറൽ ഡയർ ക്രമസമാധാന പാലനം ഏറ്റെടുത്തു. ജനങ്ങൾ ഒന്നിച്ചുകൂടുന്നതും യോഗം ചേരുന്നതും നിയമവിരുദ്ധമായി അയാൾ പ്രഖ്യാപിച്ചിരുന്നു. ബ്രിട്ടീഷുകാരുടെ ഈ കിരാതവാഴ്ചയിൽ പ്രതിഷേധിക്കാൻ 1919 ഏപ്രിൽ 13-ാം തീയതി പഞ്ചാബിലെ ജാലിയൻ വാലാബാഗിൽ ജനങ്ങൾ ഒരു പൊതുയോഗം ചേർന്നു. ചുറ്റും മതിൽ കെട്ടിയ ഒരു വലിയ മൈതാനമായിരുന്നു അത്. മൈതാനത്തിലേക്ക് പ്രവേശിക്കുവാനും പുറത്തു കടക്കുവാനും ഇടുങ്ങിയ ഒരു വാതിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കുഞ്ഞുങ്ങളും സ്ത്രീകളും വൃദ്ധന്മാരുമടക്കം 20,000-ത്തിലധികം പേർ അവിടെ തടിച്ചുകൂടിയിരുന്നു.
യോഗം നടന്നുകൊണ്ടിരിക്കെ ജനറൽ ഡയറിന്റെ നേതൃത്വത്തിൽ 100 ഭാരതീയ ഭടന്മാരും 50 ഇംഗ്ലീഷ് ഭടന്മാരും ഒരു സംഘമായി അവിടെ പാഞ്ഞെത്തി. അവർ ഗേറ്റിനു മുന്നിൽ തടസ്സം സൃഷ്ടിച്ചു. യോഗം നിർത്തിവെക്കാൻ ആവശ്യപ്പെടുക പോലും ചെയ്യാതെ നിരായുധരായ ഭാരത മക്കളുടെ നേർക്ക് നിറയൊഴിക്കാൻ അയാൾ കൽപ്പന നൽകി. പട്ടാളക്കാരുടെ തോക്കിൽ നിന്ന് വെടിയുണ്ടകൾ തുരുതുരായി ഇരമ്പിപ്പാഞ്ഞു. ആളുകൾ പരിഭ്രമിച്ച് ഓട്ടമായി. പക്ഷെ എവിടേക്ക് പോകാൻ? 10 മിനിറ്റ് നേരം കൊണ്ട് 1516 ആളുകൾ അവിടെ മരിച്ചു വീണു കഴിഞ്ഞിരുന്നു. അതിനേക്കാൾ ഏറെ ആളുകൾ മാരകമായി പരിക്കേറ്റ് രക്തത്തിൽ മുങ്ങിക്കുളിച്ച് അവിടെ വീണ് കിടപ്പുണ്ടായിരുന്നു. ഇത്രയ്ക്ക് നീചമായ ഒരു മനുഷ്യക്കുരുതി ഭാരതത്തിൽ അതിനു മുമ്പോ പിമ്പോ ഉണ്ടായിട്ടില്ല. മുറിവേറ്റ് പിടയുന്നവരെ ആശുപത്രിയിൽ എത്തിക്കാൻ പോലും ഡയർ അനുവദിച്ചില്ല. നേരെ മറിച്ച് നിശാനിയമം നടപ്പാക്കി കൂടുതൽ ആളുകളെ വേട്ടയാടാനാണ് ആ നരാധമൻ ശ്രമിച്ചത്. ഈ നരഹത്യയെ മഹാത്മാഗാന്ധിയും മറ്റു ദേശീയ നേതാക്കളും കഠിനമായ ഭാഷയിൽ അപലപിച്ചു. ഇതിൽ പ്രതിഷേധിച്ച് മഹാകവി രവീന്ദ്രനാഥ് ടാഗോർ ബ്രിട്ടീഷ് ഭരണകൂടം തനിക്കു നൽകിയ സർ സ്ഥാനം ഉപേക്ഷിച്ചു. ടാഗോറിന്റെ ഉത്തമ സുഹൃത്തായിരുന്ന ഇംഗ്ലീഷുകാരൻ CF ആൻഡ്രൂസ് ഈ ക്രൂരത കണ്ട് നെഞ്ചു പൊട്ടിക്കരഞ്ഞു. ബ്രിട്ടനിലെ പുരോഗമനാശയക്കാരെല്ലാം ഈ കൂട്ടക്കുരുതിയെ രൂക്ഷമായി വിമർശിച്ചു. എന്നാൽ ചില യാഥാസ്ഥിതികരാകട്ടെ ജനറൽ ഡയറെ വാനോളം പുകഴ്ത്തി. എങ്കിലും ലോക മനസാക്ഷിയുടെ മുന്നിൽ അയാൾ ജർമ്മനിയിലെ ഹിറ്റ്ലറെ പോലെ എന്നും വെറുക്കപ്പെട്ടവനായിരിക്കും. അല്ലെ? ഇതാണ് ജാലിയൻ വാലാബാഗ് എന്ന പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്. അല്ലെ? എന്താ ലാസ്റ്റ് പറഞ്ഞ്? അയാൾ ജർമ്മനിയിലെ ഹിറ്റ്ലറെ പോലെ എന്നും വെറുക്കപ്പെട്ടവനായിരിക്കുന്നു. ഹിറ്റ്ലറെ അറിയോ നിങ്ങൾക്ക്? സോഷ്യൽ ഹിറ്റ്ലറിനെ പഠിച്ചോ ജർമ്മനിയിലെ? ഇല്ലേ? പഠിക്കൂ കേട്ടോ. അപ്പൊ എന്താണ്? അദ്ദേഹം ഒരു മോശം ആളാണെന്ന് മനസ്സിലായി അല്ലെ? അവരെ പോലെ വെറുക്കപ്പെട്ടവനായിരിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോ ജാലിയൻ വാലാബാഗ് സംഭവം ഇത് വായിച്ച സമയത്ത് നിങ്ങൾക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ വ്യക്തമായിട്ടുണ്ടാവും അല്ലെ? ഓക്കെ. അപ്പോ നമുക്ക് ഇതാണ് പഠിക്കാനുള്ളത് അല്ലെ? എന്താണ്? ജാലിയൻ വാലാബാഗ്. ഭാരതീയരായ നമ്മൾ 1947 മുമ്പ് 1.5 ശതാബ്ദത്തോളം കാലം ഇംഗ്ലീഷുകാരുടെ അടിമത്തത്തിന് കീഴിലാണ് കഴിഞ്ഞു വന്നത്. നിങ്ങൾക്ക് അറിയായിരുന്നു അല്ലെ? എന്ത്? നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് നമ്മൾ ബ്രിട്ടീഷുകാരുടെ അടിമത്തത്തിലായും കഴിഞ്ഞിരുന്നത് അല്ലെ? അവരായിരുന്നു നമ്മളെ ഭരിച്ചിരുന്നത് അല്ലെ? അപ്പൊ അവരുടെ അടിമത്തത്തിന് കീഴിലാണ് നമ്മൾ കഴിഞ്ഞു വന്നിരുന്നത്. 1.5 ശതാബ്ദത്തോളം കാലം എന്നാണ് പറഞ്ഞത് അല്ലെ? എന്താണ് ഈ ശതാബ്ദം അർത്ഥം? ശതം എന്താ അർത്ഥം? ശതം നൂറ്റാണ്ട്. ശതം എന്ന് പറഞ്ഞാൽ ശതാബ്ദം എന്ന് പറഞ്ഞാൽ നൂറ്റാണ്ട് എന്നാണ് അർത്ഥം അല്ലെ? ഇപ്പൊ 1.5 ശതാബ്ദത്തോളം കാലം നമ്മൾ ഇംഗ്ലീഷുകാരുടെ അടിമത്തത്തിന് കീഴിലായിരുന്നു. അവരുടെ അധീനതയിലായിരുന്നു നമ്മൾ കഴിഞ്ഞിരുന്നത്. അവരിൽ നിന്നാണ് നമ്മൾ അഹോരാത്രമായ കുറെ ധീര ദേശാഭിമാനികളുടെ അഹോരാത്രമായ പ്രവർത്തന ഫലമായിട്ടാണ് നാം ഇന്ന് കാണുന്ന സ്വാതന്ത്ര്യം നമുക്ക് കിട്ടിയത് അല്ലെ? ഓക്കെ, അത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പൊ 47 എപ്പോഴാണ് സ്വാതന്ത്ര്യം കിട്ടിയത്? നമുക്ക് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് 1947 ഡേറ്റ് ഇല്ലേ? August 15. ഓക്കെ, August 15 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്. ഓക്കെ. അവരുടെ കിരാത ഭരണം. കിരാതം എന്താണ് അർത്ഥം? കിരാതൻ എന്താ അർത്ഥം? കിരാതൻ രാക്ഷസന്മാർ എന്നർത്ഥം. കിരാതൻ എന്ന് പറഞ്ഞാൽ രാക്ഷസൻ എന്നാണ് അല്ലെ? അപ്പൊ കിരാത ഭരണം എന്ന് പറഞ്ഞാൽ രാക്ഷസപരമായ ഭരണമായിരുന്നു. അവര് നമ്മളോട് ഒട്ടും ദയ കാണിച്ചിരുന്നില്ല അല്ലെ? കിരാത ഭരണം നമ്മെ വളരെയധികം പീഡിപ്പിച്ചു. പീഡിപ്പിക്കുക, വേദനിപ്പിക്കുക, കഷ്ടപ്പെടുത്തുക എന്നൊക്കെയാണ് അർത്ഥം അല്ലെ? പീഡിപ്പിക്കുക. ഇതോടെ ഭാരതത്തിന്റെ പല ഭാഗങ്ങളും സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള കരുനീക്കങ്ങളും പോരാട്ടങ്ങളും ആരംഭിച്ചു. അപ്പോ ഇങ്ങനെ ഈ 1.5 ശതാബ്ദത്തോളം കാലം നമ്മളെ അവര് അടക്കി ഭരിച്ചു അല്ലെ? അപ്പോ സ്വാഭാവികമായും നമ്മള് തീരെ സ്വാതന്ത്ര്യം ഇല്ലാതിരിക്കുമ്പോ എന്ത് ചെയ്യും? നമുക്ക് ഒന്നിനും സ്വാതന്ത്ര്യം ഇല്ലാതിരിക്കും. നമ്മൾ എന്ത് ചെയ്യും? ഈ എങ്ങനെ സ്വാതന്ത്ര്യം നേടാം എന്നതിനെ കുറിച്ച് ആലോചിക്കും അല്ലെ? അങ്ങനെ ഇതോടെ ഭാരതത്തിന്റെ പല ഭാഗങ്ങളും സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള കരുനീക്കങ്ങളും പോരാട്ടങ്ങളും ആരംഭിച്ചു അല്ലെ? കരുനീക്കം തയ്യാറെടുപ്പ് അല്ലെങ്കിൽ ഒരുക്കം, അതിനു വേണ്ടിയുള്ള ഒരുക്കം. കരുനീക്കങ്ങളും പോരാട്ടങ്ങൾ അറിയാലോ? ഇങ്ങനെ സ്വാതന്ത്ര്യം നേടിയെടുക്കാനുള്ള യുദ്ധമുറകൾ എന്തൊക്കെയോ നോക്കാൻ തുടങ്ങി അല്ലെ? ആരംഭിച്ചു. ഈ ഘട്ടത്തിലാണ് ദക്ഷിണാഫ്രിക്കയിലായിരുന്ന ഗാന്ധിജി നാട്ടിൽ തിരിച്ചെത്തുന്നത്. അപ്പോ
1917 മുതൽ അദ്ദേഹം നമ്മുടെ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിന്റെ നടുനായകനായി രംഗത്ത് വന്നു. എന്താ ഈ നടുനായകൻ എന്ന് പറഞ്ഞ? പ്രധാന നേതാവ്. നടുനായകൻ എന്ന് പറഞ്ഞാൽ പ്രധാന നേതാവ് എന്നാണ് അർത്ഥം അല്ലെ. നടുനായകനായിട്ട് ആര്? ഗാന്ധിജി രംഗത്ത് വന്നു. അപ്പൊ 1917 മുതൽ ബീഹാറിലെ ചമ്പാരൻ എന്ന സ്ഥലത്ത് നിന്നായിരുന്നു അതിന്റെ തുടക്കം. ചമ്പാരൻ എന്ന സ്ഥലത്ത് നിന്നായിരുന്നു അതിന്റെ തുടക്കം. ഓക്കെ, അടുത്ത പാരഗ്രാഫ് ആണ്. അപ്പൊ അത്ര വരെ മിസ് ഒന്നുകൂടി വായിക്കാം. ഭാരതീയരായി നമ്മൾ 1947 മുമ്പ് 1.5 ശതാബ്ദത്തോളം കാലം, ശതാബ്ദം എന്ന് പറഞ്ഞാൽ നൂറ്റാണ്ട് എന്നാണ് അർത്ഥം, ശതം 100 അല്ലെ, ദശം 10, അറിയാലോ ഇതെല്ലാം. സഹസ്രം എന്ന് പറഞ്ഞാലോ അറിയില്ല, സഹസ്രം എന്ന് പറഞ്ഞാൽ 1000. ഓക്കെ, അപ്പൊ സഹസ്രാബ്ദം എന്ന് പറഞ്ഞാലോ 1000 വർഷം അല്ലേ. ഇനി ശതാബ്ദം എന്ന് പറഞ്ഞാൽ, ശതം എന്ന് പറഞ്ഞാൽ 100 എന്നാണ് അർത്ഥം അല്ലേ. ശതം 100, അപ്പൊ ശതാബ്ദമാണ് നൂറ്റാണ്ട്. ദശം, ദശം എന്ന് പറഞ്ഞാൽ എത്രയാ അർത്ഥം? ദശപുഷ്പങ്ങൾ എന്ന് പറഞ്ഞല്ലേ. ദശം എത്രയാ അർത്ഥം? ആർക്കറിയാം? 10. ഓക്കെ, വെരി ഗുഡ്. 10. നമ്മളിപ്പോ ഒറ്റ, 10, 100 അങ്ങനെ നമ്മള് മാത്സിൽ കണക്കൂട്ടുന്നില്ലേ. നിങ്ങളിപ്പോ എങ്ങനെയാ കണക്കൂട്ടുക? അങ്ങനെയല്ല അല്ലേ. ഓക്കെ, അപ്പോ അതുപോലെയാ ഇത് ദശം, ശതം, സഹസ്രം എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അപ്പോ ദശം എന്ന് പറഞ്ഞാൽ 10, ശതം എന്ന് പറഞ്ഞാൽ 100. ഓക്കെ, ശതമാകെ സഹസ്രം മതി എന്നും കേട്ടിട്ടുണ്ട് നിങ്ങൾ. ജ്ഞാനപ്പാനയിലെ വരികളുണ്ട്. 10 കിട്ടുകൾ 100 മതിയെന്നും, ശതമാകെ സഹസ്രം മതിയെന്നും അല്ലെ. ഇനി കണ്ട തടിക്കു വിനാശവും, ഇന്ന നേരം ഇന്നേതുമറിഞ്ഞില്ല അല്ലെ. കണ്ടു കണ്ടങ്ങിരിക്കും ജനത്തിനെ, കണ്ടില്ലെന്നു വരുത്തുന്നതും ഭവാൻ. മാളികാമുകളേറിയ മന്നന്റെ, തോളിൽ മാറാപ്പു കേറ്റുന്നതും ഭവാൻ. എന്താ അതിന്റെ അർത്ഥം? ജ്ഞാനപ്പാനയാണ്. പൂന്താനം കേട്ടിട്ടുണ്ടോ? പൂന്താനത്തിനെ മലയാളം പഠിക്കും, കുറച്ചറിയണം കേട്ടോ. പൂന്താനം, പൂന്താനം നമ്പൂതിരിയുടെ ജ്ഞാനപ്പാന നമ്മൾ പഠിച്ചില്ല അല്ലെ. നമുക്ക് ഇനി കുറെ അങ്ങോട്ട് പോകുമ്പോ ഒരു പാഠത്തിലുണ്ട്, ഒരുപാട് കവികളെ കുറിച്ച് പഠിക്കാനുണ്ട്. കുറച്ച് അങ്ങോട്ട് പോകുമ്പോ ഈ 5ൽ തന്നെ, 5th തന്നെ, ഏത് പാഠത്തിലാ നോക്കട്ടെ, കാവ്യ കൈരളിയിൽ 16ാമത്തെ ലെസൺ കാവ്യ കൈരളിയിൽ നമുക്ക് ഇവരെയൊക്കെ കുറച്ചുകൂടി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ലെസൺ ആണത്. ഓക്കെ, കാവ്യ കൈരളിയിൽ 16ാമത്തെ ആണെന്ന് തോന്നുന്നു. 17 അല്ല 16. ഓക്കെ, അപ്പൊ അതിന് പൂന്താനത്തിനെയൊക്കെ പറയുന്നുണ്ട്. അപ്പൊ പൂന്താനത്തിന്റെ ജ്ഞാനപ്പാന പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കൃതിയാണ് കേട്ടോ. അപ്പോ ഈ ജ്ഞാനപ്പാനയിലെ വരികളാണ് മിസ് ചൊല്ലിയത്. എന്ത്? 10 കിട്ടുകിൽ 100 മതി. നമ്മൾ ഇങ്ങനെയാ മനുഷ്യന്റെ ആർത്തി. ആർത്തി എന്താ? മനുഷ്യന് 10 രൂപ കൈ കിട്ടുമ്പോൾ തോന്നുന്നു 100 വേണമെന്ന് അല്ലെ. 100 കിട്ടുമ്പോഴോ 1000 വേണം തോന്നും അല്ലെ. അപ്പൊ കൂട്ടി 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 വെക്കാനും പണക്കാരനാവാനും ചിന്തിക്കും അല്ലെ. അങ്ങനെയല്ലേ നമ്മള്. നമ്മളെ 1 രൂപയില്ലെങ്കിൽ നമ്മൾ സമ്പാദിക്കാനും നോക്കില്ല. 10 കിട്ടുമ്പോൾ നമ്മൾ കുറച്ചുകൂടി ഇതിന്റെ കൂടെ കൂട്ടണം. അതുപോലെ എന്താണ്, ഇതൊക്കെ നമ്മ ആർത്തിയിൽ ഇങ്ങനെ സമ്പാദിക്കും. സമ്പാദിച്ചാലോ ഇന്ന് കണ്ടവനെ എന്ത് ചെയ്യും? നാളെ കാണണമെന്ന് നിർബന്ധമുണ്ടോ? ഇല്ല അല്ലേ. നമ്മൾ ചിലപ്പോ നാളേക്ക് ഇപ്പം ഉണ്ടാവണമെന്നില്ല. നമ്മൾ പലരിലും ആരെങ്കിലും ഒരാളെ ചിലപ്പോ ഉണ്ടാവണമെന്നൊന്നും ഇല്ല അല്ലെ. ഒരു ഉറപ്പൊന്നുമില്ല നാളെ ഉണ്ടാവും. ഇൻഷാ അല്ലാ എന്ന് പറഞ്ഞേക്കുന്നില്ല അല്ലെ. ദൈവം സഹായിച്ചാലേ നമുക്ക് നാളെ കാണാം അല്ലെ. അങ്ങനെ നമ്മൾ പറയാ. ദൈവം സമ്മതിച്ചാൽ നമുക്ക് നാളെ കാണാം. അല്ലെങ്കിൽ നാളെ എനിക്ക് ക്ലാസ് എടുക്കാൻ എനിക്ക് പറ്റുമെന്നില്ല, ദൈവം വിചാരിക്കട്ടെ അല്ലെ. ദൈവം വിചാരിച്ച് നമുക്ക് നാളെ കാണാന്ന് പറയും അല്ലെ. ഇപ്പൊ കൃത്യമായി നാളെ ഇത്ര മണിക്ക് കാണാന്ന് പറയുമ്പോ ദൈവം വിചാരിച്ചാന്നും കൂടെ കൂട്ടിച്ചേർക്കും. ഈ ഇവര് പറയുന്നേക്കുന്നില്ലേ ഇൻഷാ അല്ലാ. ഓക്കെ, അപ്പൊ അതുപോലെ ഇവരിൽ എന്നാ പറയുന്നേ? അപ്പൊ നാളെ ഉണ്ടാവണമെന്നില്ല അല്ലെ. നമ്മ ഇതൊക്കെ സമ്പാദിച്ചു കൂട്ടിയിട്ട് ഒരു ഉറപ്പുമില്ല നമ്മുടെ ജീവിതത്തിന്. നാളെ നമ്മൾ ഉണ്ടാവണമെന്നില്ല, ഒരു ഗ്യാരണ്ടിയും ഇല്ല അല്ലെ. ഓക്കെ, അതാ പറഞ്ഞേ ഇന്ന് കണ്ടാലും നാളെ കാണുന്നില്ല അല്ലേ. അപ്പൊ നമ്മൾ എന്തിനാണ് ഈ ആർത്തി എന്നാണ് ചോദിക്കുന്നത്. അപ്പോ മാളികാമുകളേറിയ മന്നന്റെ, തോളിൽ മാറാപ്പു കേറ്റുന്നതും ഭവൻ. ആരാണ് ഈ മാളികാമന്നൻ? രാജാവായിട്ടും കാര്യമൊന്നുമില്ല, തോളിൽ മാറാപ്പ് കയറ്റും അല്ലെ. ഒറ്റയടിക്ക് നമ്മൾ താഴേക്ക് പോകാനും മതി, അതുപോലെ നമ്മള് മരിച്ചു പോകാനും മതി. ഒരു ഗ്യാരണ്ടി നമ്മുടെ ജീവിതത്തിനും ഇല്ല. ആ സമയത്തിനുള്ളിൽ നമ്മൾ എന്ത് ചെയ്യും? അങ്ങോട്ടും ഇങ്ങോട്ടും കുശുമ്പും പോരും വാശിയും ഒക്കെ കാണിക്കും അല്ലെ. അപ്പൊ അങ്ങനെയെല്ലാം നമ്മൾ വേണ്ട എന്ത് ചെയ്യണം? പരസ്പര സ്നേഹത്തോടെ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക അല്ലെ.
അതാണ് പറഞ്ഞത്. അപ്പൊ അതിൽ പറയുന്നുണ്ട് 10 കിടദേശം, സഹസ്രം, ഇതൊക്കെ. അപ്പൊ നമ്മളിപ്പോ ഇവിടെ ശതാബ്ദം എന്നാണ് പറഞ്ഞത്. ശതം എന്ന് പറഞ്ഞാൽ 100 എന്നാണ് അർത്ഥം. ശതാബ്ദം എന്ന് പറഞ്ഞാൽ നൂറ്റാണ്ട്. അപ്പൊ ദശാബ്ദം എന്ന് പറഞ്ഞാലോ പതിറ്റാണ്ട്. ഓക്കെ, മനസ്സിലായോ? അപ്പോ ഭാരതീയരായ നമ്മൾ 1947 മുമ്പ് 1.5 ശതാബ്ദത്തോളം കാലം ഇംഗ്ലീഷുകാരുടെ അടിമത്തത്തിന് കീഴിലാണ് കഴിഞ്ഞു വന്നത്. അവരുടെ കിരാതഭരണം നമ്മെ വളരെയധികം പീഡിപ്പിച്ചു. ഇതോടെ ഭാരതത്തിന്റെ പല ഭാഗങ്ങളിലും സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള കരുനീക്കങ്ങളും പോരാട്ടങ്ങളും ആരംഭിച്ചു. ഈ ഘട്ടത്തിലാണ് ദക്ഷിണാഫ്രിക്കയിലായിരുന്ന, ദക്ഷിണം എന്ന് പറഞ്ഞ ഏതാ ഭാഗം? ദക്ഷിണാഫ്രിക്ക. ദക്ഷിണം എന്ന് പറഞ്ഞാൽ എന്താ? ഏത് ഭാഗ? ദക്ഷിണം. അതിന്റെ ഓപ്പോസിറ്റ് വേർഡ് എന്താണെന്ന് പറയാൻ പറ്റുമോ ആർക്കെങ്കിലും? നമുക്ക് എത്ര? ഓ, ഉത്തരം. ഓക്കെ, വെരി ഗുഡ്. ദക്ഷിണം, ഉത്തരം. അപ്പൊ ദക്ഷിണാഫ്രിക്ക പറഞ്ഞ തെക്കേ ആഫ്രിക്കയാണ് കേട്ടോ. തെക്ക്, വടക്ക്, കിഴക്ക് കേട്ടിട്ടുണ്ടോ? ദിശകള്, ദിക്കുകള്. കിഴക്ക്, തെക്ക്, വടക്ക്, പടിഞ്ഞാറ്. ഓക്കെ, അപ്പൊ ദക്ഷിണം എന്ന് പറഞ്ഞാൽ തെക്ക്, ഉത്തരം എന്ന് പറഞ്ഞാൽ എന്ത്? വടക്ക്. ഓക്കെ, വടക്ക് ദിക്ക്. മനസ്സിലായോ? അപ്പൊ ദക്ഷിണാഫ്രിക്കയിലായിരുന്ന ഗാന്ധിജി നാട്ടിൽ തിരിച്ചെത്തുന്നത് 1917 മുതൽ അദ്ദേഹം നമ്മുടെ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിന് നടുനായകനായി രംഗത്ത് വന്നു. നടുനായകൻ എന്ന് പറഞ്ഞാൽ പ്രധാന നേതാവ്. ബീഹാറിലെ ചമ്പാരൻ എന്ന സ്ഥലത്ത് നിന്നായിരുന്നു അതിന്റെ തുടക്കം. നീലം ഉൽപ്പാദിക്കുന്ന കൃഷിക്കാരെ ബ്രിട്ടീഷുകാർ പല വിധത്തിലും ചൂഷണം ചെയ്തുകൊണ്ടിരുന്ന കാലമായിരുന്നു അത്. അപ്പൊ ആ സമയം എങ്ങനെയായിരുന്നു? നീലം ഉൽപ്പാദിപ്പിക്കുന്ന കൃഷിക്കാരെ ബ്രിട്ടീഷുകാർ പല വിധത്തിലും ചൂഷണം ചെയ്തുകൊണ്ടിരുന്ന കാലമായിരുന്നു അത്. തങ്ങളുടെ ചൊൽപ്പടിയിൽ നിൽക്കാത്ത കൃഷിക്കാരെ ഭീഷണിപ്പെടുത്തുകയും കഷ്ടപ്പെടുത്തുകയും ചെയ്തുകൊണ്ടിരുന്നു. അല്ലെ? തങ്ങളുടെ ചൊൽപ്പടിയില് അവർ പറയുന്നതെല്ലാം അനുസരിച്ച് അവർക്ക് നികുതിയൊക്കെ കൊടുത്തു നിൽക്കുന്നവരെ മാത്രമേ അവര് ഇതാക്കുള്ളൂ, അല്ലെ? അല്ലാത്തവരെ ചൂഷണം ചെയ്തുകൊണ്ടിരുന്നു. ഇതിനെതിരെ ഗാന്ധിജി ഒരു സത്യാഗ്രഹ സമരം സംഘടിപ്പിച്ചു. നീലം കൃഷിക്കാരും അവരുടെ കുടുംബാംഗങ്ങളും ഇതിൽ സജീവമായി പങ്കെടുത്തു. ഉൽപ്പാദിപ്പിക്കുക പറഞ്ഞാൽ അറിയില്ല അർത്ഥം? ഉണ്ടാക്കുക എന്നാണ്. ഇതിന്റെ പുറകിൽ ഉണ്ട് കേട്ടോ. ഉൽപ്പാദിപ്പിക്കുക, ഉണ്ടാക്കുക. നെക്സ്റ്റ് എന്താ പറഞ്ഞേ അടുത്ത? അപ്പോ നീലം കൃഷിക്കാരും അവരുടെ കുടുംബാംഗങ്ങളും ഇതിൽ സജീവമായി പറഞ്ഞാല് സജീവം എന്ന് പറഞ്ഞാല് ആത്മാർത്ഥയോടെ നല്ല ഇതായിട്ട് ജീവിതം നല്ല എന്നാ സജീവം എന്ന് പറഞ്ഞാൽ നല്ല ഉഷാറിൽ പങ്കെടുത്തിട്ടുണ്ട് എന്നർത്ഥം. സജീവമായി പങ്കെടുത്തു. പക്ഷെ ഗാന്ധിജിയുടെ ജീവിതത്തിലെ ആദ്യത്തെ സത്യാഗ്രഹ പരിപാടി ഇതായിരുന്നു. പക്ഷേ ബ്രിട്ടീഷുകാർ ഈ സമരത്തെ അടിച്ചൊതുക്കി. അതായത് നീലം സത്യാഗ്രഹത്തെ അവര് അടിച്ചമർത്തി. അത് കഴിഞ്ഞ് നെക്സ്റ്റ് പാരഗ്രാഫിൽ എന്താ പറയുക നോക്കാം. 1919 ഭാരതീയരുടെ പൗരസ്വാതന്ത്ര്യത്തെ നിഷേധിക്കുന്ന ഒരു നിയമം ബ്രിട്ടീഷുകാർ പാസാക്കി. റൗലറ്റ് ആക്ട് എന്നായിരുന്നു അതിന്റെ പേര്. അണ്ടർലൈൻ ചെയ്യണേ ഓരോന്നും. പ്രധാനപ്പെട്ട പോയിന്റ് പറഞ്ഞ ഞാൻ ഒന്നുകൂടി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 1919 ഭാരതീയരുടെ പൗരസ്വാതന്ത്ര്യത്തെ നിഷേധിക്കുന്ന ഒരു നിയമം ബ്രിട്ടീഷുകാർ പാസാക്കി. അതിന്റെ പേര് എന്തായിരുന്നു എന്നാണ്? എന്ത്? റൗലറ്റ് ആക്ട് എന്നായിരുന്നു അതിന്റെ പേര്. ഈ നിയമം ലംഘിക്കാൻ ഗാന്ധിജി ജനങ്ങളോട് ആവശ്യപ്പെട്ടു. കോപാകുലരായ ജനങ്ങൾ ചില അക്രമങ്ങൾ നടത്താൻ ഇടയായി. അക്രമം ഉപേക്ഷിക്കാൻ ഗാന്ധിജി ആവശ്യപ്പെട്ടെങ്കിലും പല ഭാഗങ്ങളിലും ജനങ്ങളും പോലീസും തമ്മിൽ ഏറ്റുമുട്ടി. പലയിടത്തും ലാത്തിചാർജും വെടിവയ്പും നടന്നു. സമരഭടന്മാരിൽ ചിലർ മരിച്ചു വീണു. ഓക്കെ, അപ്പോ അതും വിജയകരമായില്ല, അല്ലെ? ഓക്കെ, അപ്പൊ 1919 ഭാരതീയരുടെ പൗരസ്വാതന്ത്ര്യത്തെ നിഷേധിക്കുന്ന ഒരു നിയമം പാസാക്കി. അതിന്റെ പേരെന്താണെന്ന് ചോദിക്കോട്ടോ. അതുകൊണ്ട് അതിന്റെ അടിയിൽ അണ്ടർലൈൻ ചെയ്യണം. റൗലറ്റ് ആക്ട് എന്നായിരുന്നു അതിന്റെ പേര്. ഈ നിയമം ലംഘിക്കാൻ ഗാന്ധിജി ജനങ്ങളോട് ആവശ്യപ്പെട്ടു. കോപാകുലരായ ജനങ്ങൾ ചില അക്രമങ്ങൾ നടത്താൻ ഇടയായി. അക്രമം ഉപേക്ഷിക്കാൻ ഗാന്ധിജി ആവശ്യപ്പെട്ടെങ്കിലും പല ഭാഗങ്ങളിലും ജനങ്ങളും പോലീസും തമ്മിൽ ഏറ്റുമുട്ടി. പലയിടത്തും ലാത്തിചാർജും വെടിവയ്പും നടന്നു. സമരഭടന്മാരിൽ ചിലർ മരിച്ചു വീണു. ഓക്കെ, ഇതിലെന്തെങ്കിലും അർത്ഥം ഇനി മനസ്സിലാവാതെ തന്നെ പറയണം മക്കളെ. അപ്പൊ അതുവരെ ഒന്ന് ആ 2 പാരഗ്രാഫ് ഞാൻ ഒന്നുകൂടി വായിക്കാം.
നീലം ഉൽപ്പാദിപ്പിക്കുക ഉണ്ടാക്കുക. നീലം ഉൽപ്പാദിപ്പിക്കുന്ന കൃഷിക്കാരെ ബ്രിട്ടീഷുകാർ പലവിധത്തിലും ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന കാലമായിരുന്നു അത്. തങ്ങളുടെ ചൊൽപ്പടിയിൽ നിൽക്കാത്ത കൃഷിക്കാരെ ഭീഷണിപ്പെടുത്തുക എന്താർത്ഥം? ഭീഷണിപ്പെടുത്തുക, ഭീഷണിപ്പെടുത്തലില്ലേ? കഷ്ടപ്പെടുത്തുകയും ചെയ്തുകൊണ്ടിരുന്നു. ഇതിനെതിരെ ഗാന്ധിജി ഒരു സത്യാഗ്രഹ സമരം സംഘടിപ്പിച്ചു. നീലം കൃഷിക്കാർ ഏതായിരുന്നു? നീലം കൃഷിക്കാരും അവരുടെ കുടുംബാംഗങ്ങളും ഇതിൽ സജീവമായ നീലം സത്യാഗ്രഹം കേട്ടോ, അതിൽ കാര്യമായിട്ട് പറയുന്നില്ല. ഈ ഗാന്ധിജിയുടെ ജീവിതത്തിലെ ആദ്യത്തെ സത്യാഗ്രഹ പരിപാടി ഇതായിരുന്നു. പക്ഷെ ബ്രിട്ടീഷുകാർ ഈ സമരത്തെ അടിച്ചൊതുക്കി. 1919 ഭാരതീയരുടെ പൗരസ്വാതന്ത്ര്യത്തെ നിഷേധിക്കുന്ന ഒരു നിയമം ബ്രിട്ടീഷുകാർ പാസാക്കി. റൗലറ്റ് ആക്ട് എന്നായിരുന്നു അതിന്റെ പേര്. ഈ നിയമം ലംഘിക്കാൻ ഗാന്ധിജി ജനങ്ങളോട് ആവശ്യപ്പെട്ടു. കോപാകുലരായ ജനങ്ങൾ ചില അക്രമങ്ങൾ നടത്താൻ ഇടയായി. അക്രമം ഉപേക്ഷിക്കാൻ ഗാന്ധിജി ആവശ്യപ്പെട്ടെങ്കിലും പല ഭാഗങ്ങളിലും ജനങ്ങളും പോലീസും തമ്മിൽ ഏറ്റുമുട്ടി. പലയിടത്തും ലാത്തിചാർജും വെടിവയ്പും നടന്നു. സമരഭടന്മാരിൽ ചിലർ മരിച്ചു വീണു. ഓക്കെ, അടുത്ത പാരഗ്രാഫ് ഞാൻ വായിക്കുന്നുണ്ട്. നാടെങ്ങും പ്രതിഷേധമിരമ്പി. ഈ സന്ദർഭത്തിൽ പട്ടാള മേധാവിയായ ജനറൽ ഡയർ ക്രമസമാധാന പാലനം ഏറ്റെടുത്തു. ജനങ്ങൾ ഒന്നിച്ചുകൂടുന്നതും യോഗം ചേരുന്നതും നിയമവിരുദ്ധമായി അയാൾ പ്രഖ്യാപിച്ചിരുന്നു. എന്തുകൊണ്ടാ ഇങ്ങനെ ഒന്നിച്ചുകൂടാനും യോഗം ചേരാനും അവരനുവദിച്ചില്ല? എന്തുകൊണ്ടാ? ഇവര് പുതിയ തീരുമാനം എടുക്കുന്നുണ്ട് അല്ലെ ഇനി. അതുകൊണ്ട് ഇപ്പൊ നാടെങ്ങും പ്രതിഷേധം ഇരമ്പിയ സമയത്ത് എന്ത് ചെയ്തു? ഈ സന്ദർഭത്തിൽ പട്ടാള മേധാവിയ ജനറൽ ഡയർ ക്രമസമാധാന പാലനം ഏറ്റെടുത്തു. ജനങ്ങൾ ഒന്നിച്ചുകൂടുന്നതും യോഗം ചേരുന്നതും നിയമവിരുദ്ധമാണ്, അതുകൊണ്ട് ഒന്നിച്ചുകൂടാനോ ഒന്നും പാടില്ല എന്നൊരു നിയമം അവിടെ കൊണ്ടുവന്നു അല്ലെ. നിയമവിരുദ്ധമായ അയാൾ പ്രഖ്യാപിച്ചിരുന്നു. ഇത്രപ്പരം മതി. ഒന്ന് വായിച്ച ആരെങ്കിലും ഒരാള്? വായിച്ചോ? കാജലിന് ബുക്ക് ഉണ്ടോ? കാജലെ ഈ ക്ലാസ്സിൽ വന്നാലാണ് എനിക്ക് ഏറ്റവും വായിച്ചോ കാജൽ? ഭാരതീയരായ നമ്മൾ പോയോ? കാജല് പോയോ? കാജലെ പിന്നെ അധികം വായിക്കാത്തവരാരാ? റോസ്, മെഹഫൂസ, അദ്വൈത്, കമൽ, ഏബിൻ, ബിജു. എല്ലാരും മ്യൂട്ട് ചെയ്ത് വെച്ചേ. സേറ അൺമ്യൂട്ട് ചെയ്തേ, വായിച്ചേ. ഭാരതീയരായ നമ്മൾ 1947 ഒന്നര ശതാബ്ദത്തോളം കാലം. മിസ് വായിക്കുമ്പോ സേറി എവിടെയായിരുന്നു? വായിച്ചോ? ഒന്നര ശതാബ്ദത്തോളം കാലം ഇംഗ്ലീഷുകാർ അറിയില്ലേ? ബ്രിട്ടീഷുകാരുടെ അടിമത്തത്തിലാണ് കഴിഞ്ഞു വന്നത്. അവരുടെ
കിരാതഭരണം ഭരണം നമ്മെ വളരെയധികം പീഡിപ്പിച്ചു. ഇതോടെ ഭാരതത്തിന്റെ പല ഭാഗങ്ങളിലും സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള കരുനീക്കങ്ങളും പോരാട്ടങ്ങളും ആരംഭിച്ചു. ഓക്കെ സേറ, നല്ലപോലെ വായിക്കണം കേട്ടോ. അടുത്ത പാരഗ്രാഫ് ഒന്ന് അദ്വൈത് വായിച്ചേ. അദ്വൈത് കമൽ. നമ്പർ എത്രയാ? അയ്യോ, ഇത് രാമായണം മുഴുവൻ വായിച്ചു. രാമൻ സീതി ആരാണെന്ന് ചോദിക്കുകയാണോ അദ്വൈതേ? പേജ് നമ്പർ 37. പുതിയ ലെസൺ നമ്മൾ സ്റ്റാർട്ട് ചെയ്തല്ലേ? 37 ജാലിയൻ വാലാബാഗ്. അദ്വൈത് ഇപ്പാണോ കേറിയത് ക്ലാസ്സില്? എന്ത് പറ്റി? വേഗം വായിക്കും. ഫോൺ എടുത്തിട്ട് ആശുപത്രി കുഴപ്പമില്ല. മോൻ വായിച്ചു. അടുത്ത പാരഗ്രാഫ്. ഈ ഘട്ടത്തിലാണ് രണ്ടാമത്തെ പാരഗ്രാഫ്. ഈ ഘട്ടത്തിലാണ് ദക്ഷിണാഫ്രിക്കയിലായിരുന്ന ഗാന്ധിജി നാട്ടിൽ തിരിച്ചെത്തുന്നത് 1917 മുതൽ അദ്ദേഹം നമ്മുടെ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിന്റെ നടുനായകനായി രംഗത്തു വന്നു. ബീഹാറിലെ ചമ്പാരൻ എന്ന സ്ഥലത്തു നിന്നായിരുന്നു അതിന്റെ തുടക്കം. ഓക്കെ, നെക്സ്റ്റ് പാരഗ്രാഫ് ഷംബീർ വായിച്ചേ. ഷംബീൽ അൺമ്യൂട്ട് ചെയ്ത് വായിച്ചേ. ഇതാ എത്ര പേരാണ് വായിക്കാൻ? വേഗം വായിക്കാൻ. നീലം ഉൽപ്പാദിപ്പിക്കുന്ന കൃഷിക്കാരെ വായിക്കാൻ അറിയാത്തവര് നല്ലപോലെ ബ്രിട്ടീഷുകാർ പല വിധത്തിലും ചൂഷണം ചെയ്തുകൊണ്ടിരുന്നു കാലമായിരുന്നു അത്. തങ്ങളുടെ നിൽക്കാതെ കൃഷിക്കാർ ഭീഷണിപ്പെടുത്തുകയും കഷ്ടപ്പെടുത്തുകയും ചെയ്തുകൊണ്ടിരുന്നു. ഇതിന് ഗാന്ധിജി ഒരു സത്യാഗ്രഹ സമരം സംഘടിപ്പിച്ചു. നീലകൃഷിക്കാർ
ബ്രിട്ടീഷുകാരെ അവരുടെ കുടുംബങ്ങളും അതിൽ സജീവമായി പങ്കെടുത്തു. ഗാന്ധിജിയുടെ ജീവിതത്തിൽ ആദ്യത്തെ സത്യാഗ്രഹ പരിപാടി ഇതായിരുന്നു. പക്ഷേ ബ്രിട്ടീഷുകാർ ഈ സമരത്തെ അടിച്ചൊതുക്കി. ഓക്കെ, ഈ സത്യാഗ്രഹം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സത്യാഗ്രഹം സത്യത്തെ മുറുകെ പിടിക്കലാണ് സത്യാഗ്രഹം. ഓക്കെ, മനസ്സിലായോ? സത്യത്തെ മുറുകെ പിടിക്കൽ. ഓക്കെ, ഇനി അടുത്ത പാരഗ്രാഫ് വായിച്ചേ. നെക്സ്റ്റ് ആരാ? അബ്ദുൾ ബാസിത്ത്. അബ്ദുൾ ബാസിത്ത്. ഓക്കെ, എല്ലാവരും അബ്ദുൾ ബാസിത്ത് വായിച്ചേ. 1919 1919 ഭാരതീയരുടെ പൗരസ്വാതന്ത്ര്യത്തെ പൗരന്റെ സ്വാതന്ത്ര്യം പൗരസ്വാതന്ത്ര്യത്തെ ഒരു നിയമം ബ്രിട്ടീഷുകാർ പാസാക്കി. റൗലറ്റ് ആക്ട് എന്നായിരുന്നു. അതിന്റെ പേര്. ഈ നിയമം ലംഘിക്കാൻ ഗാന്ധിജി ജനങ്ങളോട് ആവശ്യപ്പെട്ടു. കോപാകുലർ എന്താ അർത്ഥം? കോപിഷ്ഠർ, ദേഷ്യം വന്നവര് കേട്ടോ. ഓക്കെ, വായിച്ചോ. കോപാകുലരായ ജനങ്ങൾ ചില അക്രമങ്ങൾ ഇടയായി. അക്രമം ഉപേക്ഷിക്കാൻ ഗാന്ധിജി ആവശ്യപ്പെട്ടെങ്കിലും പല ഭാഗങ്ങളിലും ജനങ്ങളും പോലീസും തമ്മിൽ ഏറ്റുമുട്ടി. പലയിടത്തും ലാത്തിച്ചാർജ്